രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. അപ്പൊ തട്ടിപ്പാണല്ലേ? തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഇത് മയക്കുമരുന്ന് കേസാ. ഒരു 10-20 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും. ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത്. എന്നാ ഒളിവിൽ പോണേനക്കാ ഓടിയും കൂടി ചെല്ല്. പിന്നെ ഒളിവിൽ പോകേണ്ട വരില്ല, അവന്മാർ പിടിച്ച് അകത്തിട്ടോളൂ. നിഹാദിന്റെ വീട്ടിൽ, തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ 3 യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തത് MDMA ആണ് കണ്ടെത്തിയത്. നിനക്ക് ചില കഞ്ചാവോടിയുടെ കച്ചവടം ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാ പിന്നെ പോലീസിന് അടങ്ങിയിരിക്കാൻ പറ്റും. അതുകൊണ്ട് വന്നതാ. ഇത് ചില കൂടിയ അനുമാണല്ലോടാ. അതിന്റെ 3 സുഹൃത്തുക്കളെയും പോലീസ് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർ സുഹൃത്തുക്കളായ 3 യുവതികളും നിഹാദും ഇപ്പോൾ ഒളിവിലെന്നാണ് വിവരം ലഭിക്കുന്നത്. മര്യാദക്ക് നീ എവിടാന്ന് വെച്ചാൽ അവിടെ നിന്നോ, എന്നിട്ട് ഞാൻ വരുമ്പോ ഏത് കോടതിയിലാണിപ്പോൾ ഈ രാസലഹരി കേസിലൊക്കെ അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് സാധ്യതയുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയാസ്പദമായി നിലനിൽക്കുന്ന കാര്യമാണ്. ഏതായാലും രാസലഹരി കേസിലാണ് തൊപ്പി പ്രതികരിക്കപ്പെട്ടിരിക്കുന്നത്. തൊപ്പിയെയും സുഹൃത്തുക്കളെയും തപ്പി നടക്കുകയാണ് പോലീസ്. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക.